അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷമല്ലേ? സുഖമല്ലേ എല്ലാവർക്കും? എനിക്കും സുഖമാണ് കേട്ടോ. കുറേ ദിവസമായി ഒരു വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ വീഡിയോ ഇട്ടാൽ തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വരാമെന്ന് വിചാരിച്ചു. എന്നും കാണുന്ന കുറച്ച് പേരെ ഇപ്പോൾ കാണാനില്ല കേട്ടോ. എന്നും നമുക്ക് സപ്പോർട്ടായിട്ട് 3-4 ഐഡിയ ഒക്കെ കൊണ്ടുവന്നിട്ട് ലൈക്കും സബ്ബൊക്കെ തന്നേണ്ട ആളുകളൊന്നും ഇപ്പോൾ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. വിഷമമൊന്നുമില്ല. പക്ഷെ അവരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാലും വേറെ ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ സന്തോഷമുള്ളൂ. തിരിച്ച് നമ്മളും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോയതാണ്. എന്താണ് അമിതമായിട്ട് മുടി കൊഴിയുക, അതുപോലെ ഇന്നിപ്പോൾ എനിക്ക് 33 years സ്റ്റാർട്ടാവുന്ന ദിവസം എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ മുടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മുടി നരയ്ക്കുന്നുണ്ട്. കണ്ടോ, 33 years ആയിട്ടേ ഉള്ളൂ. എനിക്ക് 33 വയസ്സായിട്ടുള്ളൂ. പക്ഷേ എൻ്റെ മുടി കണ്ടാൽ നിങ്ങൾ പറയും 90 വയസ്സാണ്. ഞാൻ വീഡിയോയിലൊക്കെ ഇങ്ങനെയാണ് കാണാറ്. എൻ്റെ ഹെയർ ശരിക്കും പുറത്തേക്ക് കാണലില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയാട്ടോ എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഓക്കെ, കണ്ടാൽ വലിയ എന്നെ കളിയാക്കി പലരും ഫാമിസ്, അതുപോലെ കുറച്ച് പേരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ട്, കിളവി എന്നൊക്കെ വിളിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ശരിക്കും ഞാൻ അങ്ങനെ കിളവി ആയിപ്പോയോ, കിളവി ആയതുകൊണ്ടാണോ അങ്ങനെയൊക്കെ വിളിക്കുന്നതെന്നൊക്കെ തോന്നാറുണ്ട്. കണ്ടില്ലേ എൻ്റെ ഹെയർ കണ്ടില്ലേ നിങ്ങൾ? നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അതുപോലെ മുടി നന്നായിട്ട് വെള്ള കളറായിട്ട് വരുന്നുണ്ട്. കണ്ടോ, എനിക്കതൊന്നും ഇങ്ങനെ പബ്ലിക്കിൽ പറയുന്നതിനൊന്നും എനിക്കൊരു യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ കിളവിന്ന് വിളിച്ചാലും പിന്നെ കിളവാന്ന് വിളിച്ചാലും അല്ലെങ്കിൽ പ്രായമില്ല എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മുടെ ഏജ് എന്താണെന്നുള്ളത് നമുക്ക് ചുറ്റുള്ളവർക്കും അറിയാം, അതുപോലെ പഠിച്ചവനക്കും അറിയാമല്ലോ. ആ പഠിച്ചവനെ ബോധിപ്പിച്ചാൽ പോരെ അല്ലേ? മറ്റുള്ളവരെ എന്ത് വേണമെങ്കിലും പറയട്ടെ, അതിലൊന്നൊരു കാര്യമില്ല. പക്ഷേ കിളവിന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടമൊക്കെ തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ പറയാറില്ല. പക്ഷേ വേറെ നൂറ എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അവളെ ഭാഗത്തുനിന്നൊക്കെ കിളവി എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടു. ശരിക്കും ഞാൻ അങ്ങനെ കിളവി ആയിട്ടായിരിക്കും അവളങ്ങനെ വിളിക്കുന്നതെന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആധാർ കാർഡ് വേണമെങ്കിൽ ലൈവിൽ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വയസ്സങ്ങനെ കാണണമെന്ന് നിർബന്ധമുള്ളവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വയസ്സ് കാണിച്ചു തരാം കേട്ടോ. ഷൂ അതൊന്ന് ഷൂ വേണം തരും കേട്ടോ. അപ്പം ഷൂ അവിടെ റൂമിലുണ്ട്, എടുത്തിട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എനിക്ക് മടിയൊന്നുമില്ല. എൻ്റെ മുടി വെളുത്തെന്ന് വിചാരിച്ചിട്ട് ഇപ്പം എനിക്ക് പുറത്ത് കാണിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അതുപോലെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, മുടി ഇല്ല കണ്ട. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വരികയാണ്. ഒരു ക്ലിനിക്കിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. 4000-4500 റുപ്യയായി. ഇപ്പോൾ അവിടെ കുറേ ടെസ്റ്റും കാര്യവും ഉണ്ടായിരുന്നു. കുറേ മെഡിസിൻ എഴുതിയിട്ടുണ്ട് 1 മാസത്തേക്ക്. രക്തം ടെസ്റ്റ് ചെയ്തു, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു, അങ്ങനെ ഒരുപാട് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. താരനും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ പറഞ്ഞത് അവർ സ്ട്രെസ്സാണ്. സ്ട്രെസ്സ്, പിന്നെ എന്താണ്, എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന വരാറുണ്ട്. മോള് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. വരാം. അതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ജീവിതം എവിടേക്കോ എൻ്റായ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ട്, എന്നും ഇങ്ങനെ ടെൻഷൻ പറഞ്ഞിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറയാം. വേറെന്താണ് വിശേഷം? എൻ്റെ ഹെയറോ എൻ്റെ ഹെഡൊന്നും കാണുന്നതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് നിങ്ങളെന്നെ കിളവിന്നൊന്നും വിളിക്കരുത് ദയവ് വിചാരിച്ചിട്ട്. ഇത്താത്ത എന്നൊക്കെ വേണം വിളിച്ചോളി, അമ്മായി എന്നൊക്കെ വിളിച്ചോളി. പക്ഷെ നിങ്ങൾ കിളവിന്നൊന്നും വലിയമ്മന്നൊന്നും വിളിക്കലിട്ടോ ദയവ് വിചാരിച്ചിട്ട്.
ഇനി അങ്ങനെ വിളിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആധാർ കാർഡ് എന്തായാലും ഞാൻ കാണിച്ചു തരും കേട്ടോ. എൻ്റെ വയസ്സ് കാണിച്ചു തന്നാൽ പോലെ നിങ്ങൾക്ക്. ഇനിയിപ്പോൾ എനിക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, അതുണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരുമായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഉമ്മ അത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് വിമാനം പോകുന്നുണ്ട് കേട്ടോ. അവിടെ ആണ് ഭയങ്കര ശബ്ദമായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിലൊന്ന് പറയട്ടാ. ഡോക്ടർ ഒരു ചെറിയൊരു ലേഡി ഡോക്ടറായിരുന്നു ഞാൻ ഇപ്പോൾ പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഭയങ്കര പൈസയാണ് കേട്ടോ അവിടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പൈസയാണ്. ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഭയങ്കര ചാർജായി അവിടെ. ഇനി ഞാൻ പോവില്ല. ഇനിയിപ്പോൾ അവർ പറഞ്ഞ 1 മാസം മെഡിസിൻ കഴിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെഡിസിനോട് മാറ്റം ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് എടുത്തിട്ട് തലയിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് CFC അങ്ങനെ എന്തോന്ന് പറഞ്ഞു, GFC അങ്ങനെ എന്തോന്ന് പറഞ്ഞു കേട്ടോ അവർ. അപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിലൊന്നും താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഒരു ഡോക്ടറെ കണ്ടുവരുമ്പോഴേക്ക് 4000 5000 ഒക്കെ നമ്മളെടുത്ത് നിന്ന് അവർ ഈടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചികിത്സയൊക്കെ ചെയ്യുമ്പോഴേക്ക് ചിലപ്പോൾ ഒരു 10,000 15,000 ഒക്കെ ആവും. ഈ ക്ലിനിക്ക് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കേട്ടോ. ഭയങ്കര ചാർജാണ്. പക്ഷേ നല്ല കെയറിങ്, നല്ല സ്വഭാവമൊക്കെയാണ് അവിടെയുള്ള ഡോക്ടേഴ്സ് ആയാലും അവിടെയുള്ള സ്റ്റാഫ് ആയാലും ഒക്കെ നല്ല അടിപൊളി കെയറാണ്. അപ്പോൾ വേറെ എന്താണ് പറയാനുള്ളത്? ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ ഇതാണ് ക്ലിനിക്ക് കേട്ടോ. കൊണ്ടോട്ടിയാണ്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ എത്തുന്നതിന് മുമ്പായിട്ട് റിലീഫ് ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റാണ്. ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആട്ടോ. ഇതാണ് അവിടുത്തെ ഡോക്ടർ ബില്ല്. ഇതാണ് മാഡം ശരണ്യ TM. ഓക്കെ, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പക്ഷേ കാരണം ഞാൻ അത്രയും ഷോക്കായിപ്പോയി കേട്ടോ. അവിടുത്തെ ബില്ലും ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര കേട്ടോ. അവിടുത്തെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റൽ ക്ലിനിക്കിൻ്റെ 33 years കേട്ടോ. ഇനി കിളവിന്ന് വിളിക്കുന്നവർക്ക് ഇതാട്ടോ എൻ്റെ ഏജ്. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ നമ്പറാണ് കേട്ടോ അത്. കോട്ടയ്ക്ക് ക്യൂട്ടിക്. ഇതാണ് അവിടുത്തെ ഡീറ്റെയിൽസ്. അപ്പം ഇന്ന് റെൻ്റ് കൊടുക്കാൻ വെച്ച പൈസയാണ്. അപ്പോൾ അതും അവിടെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ റെൻറ്റിനുള്ളത് എന്താണെന്ന് തീരുമാനമാക്കണം. അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ. വാച്ച് അവർ ഇന്നലത്തെ വാച്ച് അവർ കുറച്ചും കൂടെ കെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വാച്ച് അവറാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് എന്നും രാവിലെ മോർണിംഗ് എൻ്റെ വാച്ച് അവർ കൂടിയിട്ടുണ്ടോ എന്നാണ് കേട്ടോ. കാരണം നമ്മൾ അതിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം കുറച്ച് കാര്യമെങ്കിലും അങ്ങനെ നടന്നു പോകുമല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട് കേട്ടോ. എല്ലാ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ മാസം കുറച്ച് കൂടുതലാണ് കാര്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് റെൻ്റ് കൊടുക്കേണ്ട ദിവസമാണ്, കടയിൽ കൊടുക്കാനുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പയ്യരങ്ങൾ പറയല്ല കേട്ടോ. എനിക്ക് പറയാൻ മെയിനായിട്ട് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഇപ്പോൾ വലിയൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ലൈഫിലൊന്നും വിചാരിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും.